കഴിഞ്ഞ 8 എപ്പിസോഡുകളും ക്വിസ് പരിപാടികളായിരുന്നു. ഇനി ഒരു ഡോക്യു ഫീച്ചറാണ്. മാധ്യമരംഗത്തെ യുവരാജാവിനെ കുറിച്ച് തന്നെയാണ് ഈ ഡോക്യു ഫീച്ചർ. സാക്ഷാൽ ശശികുമാർ. കേരള മീഡിയ അക്കാദമി നിർമ്മിച്ച് TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത അൺമീഡിയേറ്റഡ് ഡോക്യു ഫീച്ചർ അതിന്റെ യൂട്യൂബ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർവഹിച്ചു. ചെന്നൈയിലായിരുന്നു ഉദ്ഘാടനം. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് കേരള മീഡിയ അക്കാദമി ഡോക്യു ഫീച്ചറുകൾ തയ്യാറാക്കുന്നുണ്ട്. ആ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്യു ഫീച്ചറും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ സമയം കളയുന്നില്ല, ഡോക്യു ഫീച്ചറിലേക്ക്. এসেছে চৈত্র সন্ধ্যা, বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। এসেছে চৈত্র সন্ধ্যা, বসন্ত Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom, my Father, let my country awake. എൻ്റെ അച്ഛൻ ബോംബെയിൽ ജോലി ചെയ്തപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അച്ഛനും അമ്മയും അവിടെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു 5-6 വർഷം ക്ലാസ്സിൽ ഞാൻ പഠിച്ചതൊക്കെ ബോംബെയിലാണ്. ബോംബെയിൽ വർലിയിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോഴും കുറച്ച് മറാഠിയൊക്കെ അറിയാം, മനസ്സിലാവും, കുറച്ച് സംസാരിക്കാനും പറ്റും. അതിനുശേഷം ഒരു കൊല്ലം കൽക്കട്ടയിലായിരുന്നു. പിന്നെ 6ാം ക്ലാസ് തൊട്ട് മദ്രാസിലേക്ക്, അന്ന് മദ്രാസ് എന്ന് പറയുന്നത് ഇന്ന് ചെന്നൈയിലേക്ക് മാറി. ഡോൺ ബോസ്കോ സ്കൂളിലാണ് ഞാൻ ചേർന്നത്. അവിടെ ഡോൺ ബോസ്കോ സ്കൂൾ അന്നൊരു പുതിയ സ്കൂളായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഓർമ്മ, നാടായിട്ടുള്ളൊരു ബന്ധം, സമ്മർ ഹോളിഡേയ്സിന് നാട്ടിൽ പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് കരൂപ്പെടുന്ന കൊടുങ്ങല്ലൂർ, കുറച്ചൊരു 2-3 കിലോമീറ്റർ അപ്പുറത്തും, അമ്മയുടെ വീട് മതിലകം മണപ്പുറം എന്ന് പറയും, 2-3 കിലോമീറ്റർ കൊടുങ്ങല്ലൂരിന് ഇപ്പുറവും. അപ്പോൾ മിക്കവാറും ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് സമ്മർ ഹോളിഡേയ്സിനൊക്കെ പോയി കഴിക്കാറ്. I was very attached to my grandfather, അച്ഛൻ്റെ അച്ഛൻ, ഞങ്ങൾ മറ്റച്ഛൻ എന്നാണ് വിളിക്കുക.
I think he was a very early influence on my life. അപ്പോൾ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ നിൻ്റെ അച്ഛനെ പോലെ ആവരുത്, വല്ലയിടത്തും പോയി ജോലി ചെയ്യരുത്, സ്വയം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാറ്. ബിക്കോസ് ഹി വാസ് എൻ ഓൺട്രപ്രണർ. എൻ്റെ അച്ഛനൊരു ഇറ്റ്സ് എ ട്രേഡർ, റൈസിലും മറ്റ് ചില പലചരക്ക് കടകളുണ്ട്. അങ്ങനെ ഹി വാസ് എ ട്രേഡർ ഓഫ് സോർട്ട്സ്. അവിടുന്ന് ബോട്ടിൽ ഇങ്ങനെ റൈസൊക്കെ എറണാകുളത്ത് കൊണ്ട് വിൽക്കുക, അതൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ വെരി ഏർലി ഓൺ ഐ ഹാഡ് ഡിസൈഡഡ് ഐ വിൽ നോട്ട് വർക്ക് ഫോർ എനിബഡി ഇൻ ദാറ്റ് സെൻസ്. അതുകൊണ്ട് ഒരു റെഗുലർ എംപ്ലോയ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എവിടെയും. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കാലം വർക്ക് ചെയ്താൽ പെട്ടെന്ന് എനിക്ക് മാറാൻ തോന്നും. ലോയോല കോളേജിൽ BA ഹിസ്റ്ററി ചെയ്തതിന് ശേഷം ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ MA ഹിസ്റ്ററിക്ക് ചേർന്നു. കോളേജിൽ എനിക്ക് കുറച്ച് പോളിറ്റിക്സ് ഉണ്ടായിരുന്നു. ലോയോല കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും. ലോയോല കോളേജിൽ ജെസ്വിറ്റ്സ് പ്രീസ്റ്റ് നടത്തുന്ന കോളേജാണ്. അവിടെ പോളിറ്റിക്സ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. വേണമെങ്കിൽ ഞാനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ. ഞാൻ അവിടുത്തെ സ്റ്റുഡൻറ്റ് യൂണിയൻ പ്രസിഡൻറ്റ് ഇലക്ഷന് നിൽക്കുകയും ആ കാലഘട്ടത്തിൽ കുറച്ച് പോളിറ്റിക്സ്, പെർട്ടിക്കുലർ ലെഫ്റ്റ് പോളിറ്റിക്സ് ഇതിലേക്ക് കൊണ്ടുവരികയും SFIയുടെ ഒരു അനുഭാവിയായിട്ടും. ആ ഒരു സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയായിരുന്നു അന്ന്. കാരണം എമർജൻസിയുടെ കാലഘട്ടം 1975-76 ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്നാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഒരു ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ബെറിയുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു വലിയൊരു സംഘടന ഞാൻ അവിടെ നടത്തി, കോളേജിലും പുറത്തും. പിന്നെ കോളേജിൽ, ലോയോല കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഞാൻ ഒരുപാട് ഇൻ്റർ കോളേജിയേറ്റ് ഫങ്ഷൻസ്, ഡിബേറ്റ്സും പ്രോഗ്രാംസിന് പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മൂഡ് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ IIT ബോംബെയിൽ ഒരു ഇൻ്റർ കോളേജിയേറ്റ് ഡിബേറ്റിന് പോയിട്ട്, ഞങ്ങളുടെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ടീം പോകുന്നു, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊരു ടീം വരുന്നു. അപ്പോൾ അതിൽ അവസാനത്തെ ക്ലാഷ് ഞാനും ശശി തരൂരും തമ്മിലായിരുന്നു. അതിൻ്റെ ക്ലാഷിൻ്റെ സംഭവം എക്സ്റ്റെമ്പോർ ഡിബേറ്റ് ആയിരുന്നു. എന്നിട്ട് ഒരു റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഈക്വൽ മാർക്സായി. അപ്പോൾ അത് ടൈ ബ്രേക്കർ വേണം. അപ്പോൾ ഒരു റൗണ്ടും കൂടി അത് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവസാനം അതിലും ടൈ ബ്രേക്കർ ആയപ്പോൾ ബോത്ത് ഓഫ് us were declared men of the match. ഷെയർ ചെയ്തു ഞങ്ങൾ ആ പ്രൈസ്. അങ്ങനെയാണ് ഞാൻ ശശി തരൂരായിട്ടുള്ളൊരു പരിചയം. ഈ ബിക്കംസ് എ ഫ്രണ്ട്. അതിനുശേഷം ഞാൻ ശശി തരൂരിൻ്റെ വീട്ടിൽ ജനീവയിലൊക്കെ ഉള്ളപ്പോൾ UN ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ് ആയിരുന്നു. പിന്നെ UN ജനീവയിലായിരുന്നപ്പോൾ I've gone and visited him at his house. So we are in touch now once in a while. ഇപ്പോൾ പുള്ളിയുടെ പോളിറ്റിക്സ് കോൺഗ്രസ് ആയതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ഒരു ഇടപെടലില്ല. ബട്ട് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അതും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ വിമൻസ് ക്രിസ്ത്യൻ കോളേജിൽ ഒരു ഇൻ്റർ കോളേജിയേറ്റ് ഫങ്ഷനിന് പോയപ്പോഴാണ് എൻ്റെ ഭാര്യയായ രാധികയെ കാണുന്നത്. രാധിക അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈക്കോളജി, BS സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് ഓൾസോ ആക്ടിങ് ഇൻ ഒരു പ്ലേയിൽ. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വി വർ എൻഗേജ്ഡ്. ഒന്ന് രണ്ട് കൊല്ലത്തോളം വി വർ എൻഗേജ്ഡ് ആൻഡ് വി ഗോട്ട് മാരീഡ് മച്ച് ലേറ്റർ. Late 1970s ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. When we first met, I was in college first year BA and Sashi was in his final year MA. ഭാവിയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല. He was talking about IFS, teaching, wondering whether he should do a PhD. അങ്ങനെ പല ഓപ്ഷൻസ് he was thinking of. അപ്പോൾ അന്ന് ഞാൻ രാധികയെ കാണുമ്പോൾ രാധിക മലയാളിയാണെന്ന് പോലും അറിയില്ല. എനിക്ക് ആദ്യം സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി. പിന്നെയാണ് അത് P. ഭാസ്കരൻ്റെ മോളാണെന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെയാണ് ഭാസ്കരൻ മാഷായിട്ടുള്ള ഒരു ബന്ധം ഒരു ത്രൂ മാരേജ് ഓൺലി. അപ്പോൾ ഓഫ് കോഴ്സ് ഐ യൂസ് ടു അഡ്മയർ P. ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ. എനിക്ക് മ്യൂസിക്കിൽ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഐ വാസ് വെരി ഫോണ്ട് ഓഫ് ഹിസ് ലിറിക്സ് ആൻഡ് ഓഫ് ദ സോങ്സ്. എനിക്ക് അന്നൊരു ചെറിയ പ്രതിസന്ധിയാണ്. ഞാൻ സിവിൽ സർവീസസിന് എഴുതി, അതിൽ പാസ്സായി, അതിൽ ചേരണോ വേണ്ടേ എന്നുള്ളൊരു ഒരു സംഘർഷം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ അച്ഛന് വലിയ താല്പര്യമായിരുന്നു ഞാൻ IAS ചേരണമെന്നും. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിനെനിക്ക് പ്രോത്സാഹനം തന്നു. ബൈ ദിസ് ടൈം ഐ വാസ് എൻഗേജ്ഡ് വിത്ത് രാധിക. അപ്പോൾ വീണ്ടും അത് വേണ്ടാന്ന് വെക്കാനും ഈ ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് എൻ്റെ ശ്രദ്ധ അത് പ്രോത്സാഹിപ്പിക്കുന്നത് P. ഭാസ്കരൻ മാഷ് തന്നെയാണ്. സോ ഹീ സെഡ് യെസ്. പുള്ളിക്ക് IAS ഒക്കെ പുച്ഛമായിരുന്നു. അതിലൊന്നും കാര്യമില്ല, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. മഹാസാഗരം
മഹാസാഗരം കളിയും ചിരിയും മേലേ ചളിയും ചുഴിയും താഴെ പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി. നഗരത്തിനെ പറ്റി പറയാണ്. പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി പറയാൻ പറ്റാത്ത കാമുകി പറയാൻ പറ്റാത്ത കാമുകി. Then, of course, after we got married, my career, in fact, she followed me in my career. Radhika, she's a publisher of children's books. She used to teach in the school, Krishnamurti Foundation School. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും she was very interested in literature for children, on issues relating to children. And today she runs a fairly successful children's publishing house called Tulika. Shabana, and this is her friend, the baby goat, and let's find out what she's called. Slutar du aldrig att fråga? Nej. C'était ma mère, monsieur. Et ta mère, qu'est-ce qu'elle a encore? Elle est morte. Ah, fiche-toi. ഈ വിഷ്വൽ മീഡിയയിലേക്ക് വരാൻ തന്നെ കാരണം അതിൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് സിനിമയാണ്. എനിക്ക് ഹൈസ്കൂൾ തൊട്ട് ഐ വാസ് വെരി പാഷനറ്റ്ലി ഇൻവോൾവ് വിത്ത് സിനിമ എന്ന് വെച്ചാൽ നോട്ട് ബോക്സ് ഓഫീസ് സിനിമ. ബോക്സ് ഓഫീസ് സിനിമയൊക്കെ പുച്ഛമായിരുന്നു, അത് കാണുന്നത് പോലും ഒരു സിൻ പോലെയായിരുന്നു. ന്യൂ വേവ്, അന്നൊക്കെ ന്യൂ വേവിൻ്റെ കാലഘട്ടമാണ്, ന്യൂ വേവ് സിനിമ. അപ്പോൾ യൂറോപ്യൻ മാസ്റ്റേഴ്സ്, ബ്രസോം, ബുനുവൽ, ട്രൂഫോ, ഫ്രഞ്ച്, പിന്നെ ഈവൻ ഈസ്റ്റ് യൂറോപ്യൻ മാസ്റ്റേഴ്സ്, എല്ലാ ഫിലിം ഫെസ്റ്റിവൽസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഐ യൂസ് ടു റൈറ്റ് അബൌട്ട് സിനിമ ഫോർ ദ ഹിന്ദു. റിവ്യൂസ് ആയിട്ടല്ല, ഈ ഫിലിംസിനെ പറ്റി അതിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ്, അതിൻ്റെ ഇസ്തെറ്റിക്സ്, അതിൻ്റെ ഡീപ്പർ മീനിങ് അല്ലെങ്കിൽ ഡീപ്പ് സ്ട്രക്ചറൽ മീനിങ്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മൈ ആക്ച്വൽ ഇൻട്രസ്റ്റ് വാസ് ടു ബിക്കം എ ഫിലിം ഡയറക്ടർ, like Rajiv Kumar, who is shooting the series. Eftermiddag. Promenera till stan. Du ljuger. Ska jag berätta i detalj? Gode Gud, låt mig få dö hemma i alla fall. ദൂരദർശന് ന്യൂസ് പ്രസൻറ്റേഴ്സിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അഡ്വർടൈസ്മെൻറ്റ് വന്നത് ആരോ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ആരോ പറഞ്ഞിട്ട് ഞാൻ അതിന് പോയി ട്രൈ ചെയ്യുന്നു മദ്രാസ് ദൂരദർശനിൽ, അന്ന് മദ്രാസ്, ഇന്ന് ചെന്നൈ എന്ന് പറയുന്ന ദൂരദർശനിൽ. അതിന് ഇംഗ്ലീഷ് ന്യൂസ് പ്രസൻറ്റേഷന് ഐ എം സെലക്റ്റഡ്. അങ്ങനെ ഐ ബിക്കം എൻ ഇംഗ്ലീഷ് ന്യൂസ് പ്രസൻറ്റർ ഓൺ ദൂരദർശൻ, പാർട്ട് ടൈം ആയിട്ട്. അന്ന് കോൺട്രാക്റ്റാണ്, 14 days കോൺട്രാക്റ്റ്, 400 റുപ്യ തരിക, 14 ദിവസത്തിന് ഒരുമിച്ച് ന്യൂസ് വായിച്ചാൽ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ കമ്പം വിഷ്വൽ മീഡിയയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ദൂരദർശൻ മുഖാന്തരം വരുന്നു. അങ്ങനെ ന്യൂസ് പ്രസൻറ്റേഷനിൽ നിന്ന് ന്യൂസ് പ്രൊഡ്യൂസർ ആവുന്നു, പല പ്രോഗ്രാംസ് ചെയ്യുന്നു, ഇൻ്റർവ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ദൂരദർശനും ഞാനായിരുന്നു അവരുടെ സിനിമ അതോറിറ്റി എന്ന് പറയാവുന്നത്. എല്ലാ ഫെസ്റ്റിവൽസും കവർ ചെയ്യുന്നു, ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, നമ്മുടെ മാസ്റ്റേഴ്സിനെയും, നമ്മുടെ ഋത്വിക് ഘട്ടക് അല്ലെങ്കിൽ മറ്റേ സത്യജിത് റേ, മൃണാൽ സെൻ, മണി കോൾ, കുമാർ ഷാനി, ഇവരെ നമ്മൾ ബോക്സ് ഓഫീസ് ഫിലിം ഡയറക്ടേഴ്സിനെ തൊടുകയില്ല, ഒക്കെ ന്യൂ വേവ് മാത്രമേ ഉള്ളൂ. ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ അതൊരു അനാവശ്യമായിട്ടൊരു ഷാഡ്യമായിരുന്നു, ന്യൂ വേവ് മാത്രം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. എനിവേ, ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ്.
ന്യൂസ് മദ്രാസിലെ ന്യൂസ് വായിച്ചതിന് ശേഷം നാഷണൽ ന്യൂസ് തുടങ്ങുന്നു. അപ്പോൾ നാഷണൽ ന്യൂസ് നെറ്റ്വർക്ക് വരുമ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് ആസ്ക് മീ വൈ ഡോണ്ട് യു ബിക്കം എ പെർമനൻറ്റ് ന്യൂസ് റീഡർ, ന്യൂസ് പ്രസൻറ്റർ ഓൺ ദൂരദർശൻ. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലത്തെ ഐ തിങ്ക് ഫസ്റ്റ് നാഷണൽ നെറ്റ്വർക്കിൽ ന്യൂസ് വായിക്കുന്നത് ഞാനും നീതി രവീന്ദ്രനുമാണ്. അന്ന് രണ്ടുപേരാണ് ന്യൂസ് അവതരിപ്പിക്കുക, നീതി രവീന്ദ്രനും ഞാനും. അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം നാഷണൽ ന്യൂസിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. തജേശ്വർ സിംഗ്, അല്ലെങ്കിൽ മീനു തൽവാർ, ഗീതാഞ്ജലി അയ്യർ, റീനി ഖന്ന. അപ്പോൾ ഈ ന്യൂസ് പ്രസൻറ്റേഷനിൽ അന്നത്തെ ഒരു പ്രത്യേകത, ഇന്നത്തെ പോലെ ടെലിപ്രോംപ്റ്റേഴ്സ് ഒന്നുമില്ല. അന്ന് നമുക്ക് ന്യൂസ് ഇങ്ങനെ പേപ്പേഴ്സിൽ വരും, അതായത് ഒരു ന്യൂസ് ഷീറ്റ്സ് വരും. അതിൽ കഴിയുന്നിടത്തോളം കാണാപ്പാഠം പഠിക്കണം, എന്നിട്ട് അത് അവതരിപ്പിക്കണം. അപ്പോൾ അതിലൊരു ബ്രേക്ക് കിട്ടുന്നത് ഒരു വിഷ്വൽ വരുമ്പോഴാണ്. ഇടയ്ക്കൊരു ഇതിനെപ്പറ്റി ഒരു വിഷ്വൽ വരുമ്പോൾ നമുക്കൊന്നുകൂടി നോക്കാൻ പറ്റും, അടുത്ത ഒരു 4-5 പേജ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അപ്പോൾ ഈ മെമ്മറി ടെസ്റ്റും കൂടിയായിരുന്നു ന്യൂസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. എത്ര പേർക്ക് ഇത് ചോട്ട് നോക്കാണ്ട് വായിക്കാൻ പറ്റും. പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്നും ടെലിപ്രോംപ്റ്ററിലേക്ക് മാറുന്ന സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ടെലിപ്രോംപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് നേരെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ ലെൻസിൽ കാണുന്ന രീതിയിൽ. ഇപ്പോൾ ഈ ടെലിപ്രോംപ്റ്ററിൻ്റെ ഒരു എക്സാമ്പിൾ, ഇതുപോലൊരു സംരംഭത്തിൽ നമ്മൾ നോക്കി വായിച്ചാൽ നേരെ ലെൻസിലേക്ക് നോക്കി വായിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അന്ന് ടെലിപ്രോംപ്റ്റേഴ്സിലേക്കുള്ള മാറ്റവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ വാസ് ഏബിൾ ടു എക്സ്പീരിയൻസ്. ബട്ട് ഐ തിങ്ക് ഈ കാണാപ്പാഠം പറിച്ച് പറയുന്ന ആ ന്യൂസിൻ്റെ ഒരു ചാലഞ്ച് ഇതിനൊന്നുമില്ല. ഇതിപ്പോൾ ആർക്കും വേണമെങ്കിൽ വായിക്കാമല്ലോ എന്നുള്ളതാണ്. Would you say that there is a constitutional impasse that has been generated relating to the Articles 324 to 329, which relate to the Election Commission in our Constitution? Well, my answer is an emphatic no. Articles 324 and 329 were crafted by our founding fathers of the Constitution into an extraordinarily good set of articles. And for the first time, I think we are going to register negative growth rate in terms of exports in this financial year. In your view, does this warrant a serious reversal of the liberalization process? Is that possible? Is that pragmatic? What would be the view? Well, that is what we have been struggling for. And we did not like, we opposed the new economic policy. ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പോൾ എൻ്റെ വലിയ സമ്മിറ്റ്സൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ യൂസ് ടു ബി ദ ആങ്കർ ഓഫ് മേജർ സമ്മിറ്റ്സ്. ഇപ്പോൾ നോൺ അലൈൻ സമ്മിറ്റ്, ദൂരദർശൻ്റെ നോൺ അലൈൻ സമ്മിറ്റ് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അന്ന് കാസ്ട്രോ വരുന്നു, യാസർ അറഫാത്ത് വരുന്നു, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് കം. അപ്പോൾ ആ സമ്മിറ്റ് കവർ ചെയ്യുക, അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുക, ഇന്ദിരാഗാന്ധി അടക്കം ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് അതേപോലെ ഫിലിം പേഴ്സണാലിറ്റീസ്, എനിക്ക് അതിൽ വലിയ കൗതുകമുള്ളതുകൊണ്ട് ഐ യൂസ് ടു ശാന്താറാം അടക്കം, ദേവാനന്ദ്. ശാന്താറാമിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ രാജ് കപൂർ, അദ്ദേഹം സത്യം പറഞ്ഞാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നതിന് കുറച്ച് മുമ്പ് ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തു. ആൻഡ് ഹി ഗേവ് എ വെരി നൈസ് ഇൻ്റർവ്യൂ. Raj Kapoor Sahib, it's our proud privilege to be with you today, and hearty congratulations at the outset. I don't think the Dada Saheb Phalke Award could have found a more fitting candidate this year, certainly, than you, who was the thespian and perhaps the greatest living veteran of Hindi cinema, of Indian cinema today. Your reactions on the awards? मैं अपने आप को बड़ा भाग्यशाली समझता हूँ कि मुझे इस साल के लिए दादा साहब फाल्के अवार्ड के लिए चुना गया है. I don't know whether that was the last interview he gave, and then I'm not able to conclusively say, but it is certainly one of the last interviews that he did. He was a very, very pleasant and very jovial person. So I've had experience with most of the well-known filmmakers and actors. ഇവിടെ MGR, ദൂരദർശൻ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, MGR ആയിട്ട് ഉണ്ടായ ഒരു അനുഭവം. ഒരു ദിവസം ന്യൂസ് വായിച്ചിട്ട് ഞാൻ ചോട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ വന്നപ്പോൾ ഉടനെ ഒരാൾ ഡ്യൂട്ടി ഓഫീസർ വന്നു, സാറ് ചീഫ് മിനിസ്റ്റർ വാണ്ട്സ് ടു സ്പീക്ക് ടു യു. ഞാൻ ചെന്ന് റഷ് ചെയ്ത് പോയപ്പോൾ ഫോണിൽ അദ്ദേഹം MGR ഇസ് ഓൺ ദ ഫോൺ. അപ്പോൾ പറഞ്ഞു, യാർ തമ്പി നിങ്ങൾ தான் ന്യൂസ് പഠിച്ചെങ്കിലാ? ഞാൻ പറഞ്ഞു, അതാ. ഞാൻ പറഞ്ഞു, തമിഴ് പൺപാട് உங்களுக்கு தெரியாதா? അതായത് തമിഴ് സംസ്കാരം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. എനിക്കെന്താ പറയുന്നത് പോലും എനിക്ക് മനസ്സിലായില്ല. ഐ സെഡ്, നോ സർ, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. തമിഴ് പൺപാട്ടിൽ വിളക്ക് കൊളുത്തുறது ரொம்ப മുഖ്യം, അത് உங்களுக்கு தெரியாதா? അപ്പോൾ ഒരു പ്രോഗ്രാമിൽ MGR പ്രിസൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ അന്നത്തെ AIDMKയുടെ പ്രോപ്പഗാൻഡ സെക്രട്ടറി ആയിരുന്നു ജയലളിത. അപ്പോൾ അതിൽ തുടക്കത്തിൽ വിളക്ക് കൊളുത്തുന്നത് ജയലളിത. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം നടക്കുന്നു.
അപ്പോൾ നമ്മുടെ എഡിറ്റർ KN രാജു എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ, അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. പക്ഷേ വാസ് വളരെ ഫാസ്റ്റാവുന്നതിൻ്റെ ഒരു പ്രശ്നം, ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയും ചെയ്യും. പുള്ളി വന്ന് ഈ വിളക്ക് കൊളുത്തുന്നതല്ല, എല്ലാ പ്രോഗ്രാം വിളക്ക് കൊളുത്തും, അതൊക്കെ വെട്ടിയെടുത്ത് ബിന്നിലേക്ക് ഇട്ടു, മറ്റു പ്രോഗ്രാമൊക്കെ ഇട്ടു. അപ്പോൾ വിളിക്കുന്നതാണ് അദ്ദേഹം, ദൂരദർശൻ എന്ത് വിളക്ക് കൊളുത്തതാണ്, തമിഴ് സംസ്കാരം നിങ്ങൾ എടുത്തു കളഞ്ഞു എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ടു ബി ഫെയർ ടു ഹിം, അതിനുശേഷമാണ് ഈ സദൺ ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങേരെ കാണാൻ പോകുന്നു. എന്നെ കണ്ടോടനെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, തമ്പി സോറി, ഞാൻ ഇன்றைக்கி உங்கள் தெரியாமல் ஏதோ சொல்லிட்டேன் ഫോണിൽ, സോറി, മനസ്സിൽ വെച്ചിരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, അന്ന് ഞാൻ അത് അറിയാതെ എന്തോ പറഞ്ഞു, ഡോണ്ട് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ചില കോൺട്രവേഴ്ഷ്യൽ എന്താ പറയുക ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ഉദാഹരണത്തിന് പറയാം. ഐ ഇൻ്റർവ്യൂഡ്, ഇന്നിപ്പോൾ ആൾദൈവങ്ങൾ സജീവമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇത് പറയുന്നതിലൊരു പ്രസക്തിയുണ്ട്. സ്വാമി ചിന്മയാനന്ദ എന്ന് പറയുന്ന വളരെ ഒരു ഗ്രേറ്റ് ഓറേറ്ററായിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ദൂരദർശൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തെ ദൂരദർശൻ സ്റ്റുഡിയോയിൽ വിളിച്ച് യു മസ്റ്റ് ഇൻ്റർവ്യൂ ഹിം, ഇറ്റ്സ് എ വെരി പ്രസ്റ്റീജിയസ് ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ചെറിയൊരു കുട്ടി അങ്ങേരുടെ മടിയിലിരിപ്പുണ്ട്. ആ കുട്ടിക്കാണെങ്കിൽ വളരെ തിന്നാണ്, അധികം എന്താ പറയുക, ഒരു തിൻ ചൈൽഡ് എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ചൈൽഡ്, പക്ഷേ അധികം തടിയില്ലാത്തൊരു കുട്ടി. അപ്പോൾ ചിന്മയാനന്ദ കുട്ടിയോട് പറയാണ്, ബട്ട് വൈ ആർ യു ലുക്കിംഗ് ലൈക്ക് ദറ്റ് പുവർ ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്? Doesn't your mother give you Bonvita or Horlicks? You should look like Hanumanji. You know Hanumanji? You should not look like that poor Jesus Christ. You must look like Hanumanji. ഇതാണ് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹം. അപ്പോൾ എനിക്ക് ആ നിമിഷത്തിൽ ഇദ്ദേഹത്തിനോടുള്ള ആദരവും അതൊക്കെ ആ നിമിഷത്തിൽ തകർന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങേരോട് ഞാൻ ഇങ്ങേരെ എന്ത് ഇൻ്റർവ്യൂ ചെയ്യാനാണെന്ന് പോലും തോന്നി തുടങ്ങി. പിറ്റേ ദിവസം ദൂരദർശൻ സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോഴും ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസ്റ്റിൽ പ്രവർത്തിക്കുന്ന നിഷാത്ത് അഹമ്മദ്, അവിടുത്തെ TV സ്ട്രീമിൻ്റെ ഹെഡാണ്, അന്ന് ന്യൂസ് പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ നിഷാത്തിനോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിനോട് ചില അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലൈവ് ടെലികാസ്റ്റാണ്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡൽഹി, ബോംബെ, കാൽക്കട്ട, മദ്രാസൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ലൈവ് ടെലികാസ്റ്റാണ്. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ ഡോണ്ട് സ്വിച്ച് ഓഫ് ദി ക്യാമറ. ശരി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ തുടങ്ങുന്നു. ആദ്യം ഞാൻ ഇൻ്റർവ്യൂവിൽ നല്ല കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ഭഗവത്ഗീതയെപ്പറ്റി, ഹിന്ദു ഫിലോസഫിയെപ്പറ്റി, താങ്കളുടെ യുവർ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്, ഓൺ പീപ്പിൾ, ഓൺ സ്പിരിച്വാലിറ്റി, അതൊക്കെ പുള്ളിയെല്ലാം നല്ല സദ്ഭാവന എന്നുള്ള രീതിയിലെല്ലാം പറയാം. ഓൾ റിലിജൻസ് ആർ ഈക്വൽ, ഇറ്റ്സ് ഓൾ ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് മാൻ കൈൻഡ്. അവസാനമായപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബട്ട് സ്വാമിജി, യു ആർ സേയിങ് ഓൾ ദിസ്, ബട്ട് യെസ്റ്റർഡേ വെൻ ഐ കെയിം ടു സീ യു, ദിസ് ഇസ് വാട്ട് ഐ സോ. You had a child in your lap and you were telling that child, why are you looking like this poor Jesus Christ on the cross? Doesn't your mother give you Bonvita or Horlicks? You should look like Hanumanji. Don't you know Hanumanji? അതായത് ഈ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് നമ്മൾ അതിനെപ്പറ്റി നമുക്ക് വളരെ നേരിട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ബട്ട് ദിസ് ഹാസ് ബീൻ ദ പ്രാക്ടീസ് ഓഫ് ഗോഡ് മെൻ, I am afraid to say, from those times. However brilliant they individually are, however well endowed intellectually they are, this is their stock in trade. ഇത് ചോദിച്ചോടുകൂടി ഈ സ്വാമിമാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അവരോട് ഈ ആത്മീയ പ്രശ്നങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാമെന്നല്ലാതെ അവരുടെ ബേസിക് ഫിലോസഫി ക്വസ്റ്റ്യൻ ചെയ്താൽ അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ദേഷ്യം പറയുന്നല്ലാതെ അവരുടെ എല്ലാ തത്വമൊക്കെ ഓൾ ദാറ്റ് ഗോസ് ഔട്ട് ഓഫ് ദ വിൻഡോ. ദേ ഗെറ്റ് വെരി ഇംപേഷ്യൻറ്റ്. ഇങ്ങനെ ചേർന്ന് അടിച്ചിട്ട് എണീറ്റ് അങ്ങ് നടന്നുപോയി. ഈ ലേപ്പൽ മൈക്ക് ഫിക്സ് ചെയ്യുന്ന മറന്നിട്ടു അത് സ്റ്റംബിൾ ചെയ്ത് വീഴാനൊക്കെ പോയി. ആകെ ഒരു ദാറ്റ് ഹോൾ തിങ് മച്ച് ഓഫ് ഇറ്റ് വെൻറ്റ് ലൈഫ്. അന്ന് ഈ സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈൽ ഫോണില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ടെലിഗ്രാമാണ്. ഒരുപാട് ടെലിഗ്രാംസ് വന്നു ഡയറക്ടർ ജനറലിലേക്ക്. ഇങ്ങനെ ആരാണ് ഈ ഒരാൾ, സ്വാമി ചിന്മയാനന്ദയെ പറ്റി ഒരാളെ പറ്റി നിങ്ങൾ ഈ ഒരു ദിസ് പിപ്പ് സ്ക്വീക്ക്, ഹൂ ഈസ് ഈ ടു ക്വസ്റ്റ്യൻ സ്വാമി ചിന്മയാനന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ടെലിഗ്രാംസ് വരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ്, ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെപ്പോലെ ഹൂ ആർ അഡ്മയറേഴ്സ് ഓഫ് ചിന്മയാനന്ദ suddenly realized, it was a reality check, they realized what he really was. Counter telegrams went saying, this is one of the best interviews Doordarshan has done, you should do more such interviews which expose the real people, behind what they pretend to be. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ദൂരദർശൻ ഒരു ചമ്മലായിരുന്നു എന്നെ പുറത്താക്കാൻ. അതുകൊണ്ട് ജോലി പുറത്തായില്ല. പിന്നെ I continue to work in Doordarshan. Only the spiritual truth is, shut up and get out. I'm not insulting you. Shut up in your mind, not in your mouth. So then, all that I can tell you is, shut up and get out.
ദൂരദർശൻ ന്യൂസ് വായിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അപ്പം ഞാൻ എഴുതാറുണ്ട്. ഐ യൂസ് ടു റൈറ്റ് ക്വൈറ്റ് എ ലോട്ട് ഇൻ ഇംഗ്ലീഷ്. ഒരു ദിവസം ദ ഹിന്ദുവിൻ്റെ അന്നത്തെ എഡിറ്റർ ജി കസ്തൂരി, വെരി ഫേമസ് പേഴ്സൺ, എന്നെ വിളിച്ച് പറയുന്നു, നിങ്ങൾ എഴുതൊക്കെ ഞാൻ വായിക്കാറുണ്ട്, സിനിമയെ പറ്റി എഴുതുന്നുള്ളൂ, രാഷ്ട്രീയത്തെ പറ്റി എഴുതിക്കൂടെ, ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റി എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതാൻ വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ അതിൽ ഐ ഹാവ് നോ എക്സ്പീരിയൻസ്, ബട്ട് ഐഡ് ലൈക്ക് ടു റൈറ്റ്. I got to know Sashikumar when he was a film critic for The Hindu. He was writing very well, and we noticed this. He was fair, but he was also bold and forthright. Because very often in daily newspapers, film criticism gets very insipid, because you don't want to offend the film producers who advertise and so on. So Sashikumar was a free spirit, an independent voice. And he wrote very well, so which caught our attention. And particularly it caught the attention of my uncle, G. Kasturi, who was then editor of The Hindu, very long-standing editor. And then he said, this chap writes very well, and we met him. Because he was a freelancer, but writing regularly. അരമണിക്കൂർ സമയത്തിനുള്ളിൽ ഇത് തീർക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലും ഇത് തുടരും. അൺമീഡിയേറ്റഡ് ബാക്കി ഭാഗം അടുത്ത ആഴ്ച വീണ്ടും കാണാം.